നിനക്കെന്താ ഭ്രാന്തുണ്ടോ മോനെ? നിന്റെ തലയ്ക്ക് വെളിവില്ലേ? എന്തൊക്കെ വിഡ്ഢിത്തരങ്ങളാ നീ ഈ പറയുന്നത്? ഏതോ ഒരു റൗഡിയെ പേടിച്ച് കാന്തിമോളോട് അയാൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാൻ പറയുക, വിനീതുമായി അവളുടെ വിവാഹം വേഗം നടത്തുക. നമ്മുടെ മുറ്റത്ത് വന്ന് ഈ കാറ് കത്തിക്കാൻ ധൈര്യം കാണിച്ചവന് വിവാഹശേഷവും നമ്മുടെ മകളെ ഉപദ്രവിച്ചുകൂടെ? നീ എന്താ പൊട്ടനാണോ മോനെ? അല്പം ദേഷ്യത്തോടെ മുത്തശ്ശി പറഞ്ഞു. ഒരു ഭ്രാന്തു പിടിച്ച അവസ്ഥയിലായിരുന്നു ഗോപാലകൃഷ്ണൻ അപ്പോൾ. അയാൾ തന്റെ ജനലിലൂടെ അയാളുടെ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടത്തിലേക്ക് നോക്കി. താൻ ആശിച്ചു പണി കഴിപ്പിച്ച തന്റെ ട്യൂഷൻ സെന്റർ ഇപ്പോൾ പ്രേതാലയം പോലെ കിടക്കുന്നു. പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത് അവിടെ നിന്നാണല്ലോ. അയാളുടെ മനസ്സൊന്ന് തേങ്ങി. ഗോപാലകൃഷ്ണന് അന്നുറങ്ങാൻ കഴിഞ്ഞില്ല. റൂമിലെ ജനലിലൂടെ പൊടി പിടിച്ച് നശിച്ചുകൊണ്ടിരിക്കുന്ന ആ ട്യൂഷൻ സെന്ററിലേക്ക് അയാൾ നോക്കിക്കൊണ്ടിരുന്നു. മിഴികൾ ഇടതടവില്ലാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഏട്ടാ ഇത്? പഴയതൊന്നും ഏട്ടൻ മറന്നില്ലേ? അയാളുടെ തോളിൽ കൈവച്ചുകൊണ്ട് ഭാര്യ ശോഭ പറഞ്ഞു. ഒന്നും മറക്കാൻ കഴിയില്ല ശോഭേ. എന്റെ മരണം വരെ അതൊക്കെ എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും. എന്തു സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ മക്കൾക്കോ നിനക്കോ ഒരാപത്ത് വരാൻ ഞാൻ അനുവദിക്കില്ല. നമുക്ക് വേഗം കാന്തിമോളുടെ വിവാഹം നടത്തണം. ഇനി അത് വെച്ച് വൈകിച്ചുകൂടാ, ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഇത്ര ധൃതി പിടിച്ചത് വേണോ ഏട്ടാ? അവൾ സംശയത്തോടെ ചോദിച്ചു. വേണം ശോഭേ. കഴുകൻ കണ്ണുകളുമായി നമ്മുടെ വീടിന് ചുറ്റും പലരും കറങ്ങുന്നുണ്ട്. കാന്തിമോളുടെ ഫോണിലേക്ക് വരുന്ന അജ്ഞാത കോളുകൾ, ഇന്ന് നമ്മുടെ വീട്ടുമുറ്റത്ത് കത്തിത്തീർന്ന കാറ്, അതൊക്കെ ഒരു മുന്നറിയിപ്പാണ്. നാളെ നമ്മളെ പച്ചയ്ക്ക് കത്തിക്കാനുള്ള മുന്നറിയിപ്പ്, അയാൾ പേടിയോടെ പറഞ്ഞു. നിങ്ങൾക്കിപ്പോഴും ആ തൃശ്ശൂക്കാരനെ പേടിയാണ് അല്ലേ? അതൊക്കെ കഴിഞ്ഞില്ലേ ഏട്ടാ? ഏട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം. നമ്മുടെ മക്കളും അമ്മയും ഏട്ടനെ വിശ്വസിക്കുന്നു. പിന്നെ എന്താണ്? നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റില്ലെങ്കിൽ പിന്നെ ദൈവം നമ്മളെ തോൽപ്പിക്കില്ല. അയാൾക്ക് ആത്മവിശ്വാസം പകർന്നുകൊണ്ട് അവൾ പറഞ്ഞു. അതിനയാൾ അവളെ നോക്കി നന്ദിയോടെ പുഞ്ചിരിച്ചു. തന്നെ പോലെ ഒരു ഭാര്യയെ കിട്ടിയതാണ് ഞാൻ ചെയ്ത പുണ്യം. ഗോപാലകൃഷ്ണൻ ഭാര്യയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വാ ഏട്ടാ, ഇനി ഒന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട. വെറുതെ പ്രഷർ ഷൂട്ട് ചെയ്യിക്കാതെ ഏട്ടൻ വന്ന് കിടന്നേ. ഇനി നേരം വെളുക്കാൻ അധികം സമയമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ശോഭ അയാളെ നിർബന്ധിച്ചു കൊണ്ടുപോയി കിടത്തി. ഒപ്പം അവളും അയാളോട് ചേർന്ന് കിടന്നു. കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ ശോഭ ഉറങ്ങി. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലാക്കിയ ഗോപാലകൃഷ്ണൻ അവിടെ നിന്നും എഴുന്നേറ്റ് മുറിയിലെ അലമാര ലക്ഷ്യമാക്കി നടന്നു. അലമാര തുറന്ന് അതിൽ നിന്നും ഒരു പഴയ പെട്ടി പുറത്തെടുത്തു. പെട്ടിയിലുണ്ടായിരുന്ന പഴയ ന്യൂസ് പേപ്പർ എടുത്ത് അയാൾ നിവർത്തി വെച്ചു. അതിലെ വാർത്ത വായിച്ചതും അയാളുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി. ഇതേ സമയം തൃശൂരിൽ വേണി അതേ ദിവസത്തെ പത്രമെടുത്ത് തലക്കെട്ട് ഉറക്കെ വായിച്ചു. അധ്യാപകൻ 15 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഇതായിരുന്നു ആ വാർത്ത. ആ വാർത്തയോടൊപ്പം തന്നെ ഗോപാലകൃഷ്ണന്റെ പഴയ ഫോട്ടോയുമുണ്ട്. ഈ കേസിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെട്ടു. ഇപ്പോഴും നിങ്ങൾ ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ സത്യസന്ധനാണ്. പക്ഷേ നിങ്ങളുടെ ആ മുഖംമൂടി ഞാൻ വലിച്ചു കീറും, അവൾ പ്രതികാരദാഹത്തോടെ പറഞ്ഞു. പിറ്റേ ദിവസം ഗോപാലകൃഷ്ണൻ തന്റെ സുഹൃത്തായ വിജയനെ വിളിച്ച് എത്രയും പെട്ടെന്ന് വിവാഹം നടത്തുന്നതിനെ പറ്റി സംസാരിച്ചു. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ വിവാഹം നടത്താമെന്ന തീരുമാനത്തിലെത്തിയ അവർ. മോളെ കാന്തി, നീ ഇന്നു മുതൽ ജോലിക്ക് പോണ്ട. വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച കൂടി ലീവ് നീട്ടിയെടുത്തോളൂ. നിനക്ക് പിന്നെ ഒരുപാട് ലീവ് ഉണ്ടല്ലോ. അതുമാത്രവുമല്ല, ഇന്ന് തന്നെ വിവാഹത്തിനുള്ള വസ്ത്രവും സ്വർണവും എടുക്കണം, മുത്തശ്ശി കാന്തിയെ തലോടിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല. ഏതോ ഒരുത്തൻ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു എന്നതിന്റെ പേരിൽ എന്റെ കല്യാണം ഇത്ര ധൃതി പിടിച്ച് നടത്തുന്നതിന്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല, കാന്തി സങ്കടത്തോടെ പറഞ്ഞു. ഏതായാലും നമ്മൾ ഉറപ്പിച്ച വിവാഹമല്ലേ അത്? കുറച്ചു നേരത്തെ നടക്കുന്നു എന്ന് മാത്രം. പിന്നെ ഒന്നും കാണാതെ ഗോപാലൻ ഇത്ര ധൃതി കാണിക്കില്ല. മോളെ ഒരാൾ വിളിച്ച് ശല്യപ്പെടുത്തുന്നു, രാത്രിയിൽ നമ്മുടെ കാറ് കത്തുന്നു. എല്ലാം കൂടി ചിന്തിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു മോളെ, മുത്തശ്ശി പേടിയോടെ പറഞ്ഞു. മുത്തശ്ശിയും അച്ഛന്റെ ഭ്രാന്തിന് കൂട്ടുനിൽക്കുകയാണോ? ഇത് കേട്ടുകൊണ്ടുവന്ന ആകാശ് പറഞ്ഞു. അങ്ങനെ വെറുതെ ഭ്രാന്ത് വിളിച്ചു പറയുന്നവനല്ല നിന്റെ അച്ഛൻ. അവൻ പറയുന്നതിനെല്ലാം എന്തെങ്കിലും കാര്യമുണ്ടാകും. നീ നിന്റെ അച്ഛനെ ചോദ്യം ചെയ്യാനൊന്നും നിൽക്കണ്ട, മുത്തശ്ശി ആകാശിനോടായി പറഞ്ഞു. പെട്ടെന്ന് ലീവ് ചോദിച്ചാൽ കിട്ടുമോ എന്തോ. ഏതായാലും ഇന്ന് ഹോസ്പിറ്റലിൽ പോയി ലീവ് എഴുതി കൊടുക്കണം, കാന്തി പറഞ്ഞു. എന്നാൽ ഒരു കാര്യം ചെയ്യേ, ഗോപാലൻ പറയുന്നുണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ കല്യാണക്കത്ത് അച്ചടിച്ച് വാങ്ങണമെന്ന്. കല്യാണക്കത്ത് അച്ചടിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി മോള് ഹോസ്പിറ്റലിൽ കാണിച്ചാൽ മതി. അപ്പോൾ പിന്നെ എങ്ങനെയായാലും ലീവ് കിട്ടും, മുത്തശ്ശി പറഞ്ഞു. നിങ്ങൾ എന്തെങ്കിലും ചെയ്യ് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ആകാശ് അവിടെ നിന്നും പോയി.
ഏതായാലും തന്റെ അച്ഛന്റെ തീരുമാനങ്ങൾ തനിക്ക് നല്ലതായിരിക്കുമെന്ന് ചിന്തിച്ച കാന്തി പിന്നെ എതിർക്കാനൊന്നും പോയില്ല. അച്ചടിച്ചു വാങ്ങിയ കല്യാണക്കത്തുമായി അവൾ ഹോസ്പിറ്റലിലേക്ക് പോയി. ആർ യു ഗോയിങ് ടു ഇൻവൈറ്റ് എവരിബഡി ടു ദ വെഡിങ് ദാറ്റ് വിൽ നെവർ ഹാപ്പൻ മൈ ലിറ്റിൽ വൺ? യു വിൽ ഹാവ് ടു ബിക്കം എ വിഡോ ഓൺ യുവർ വെഡിങ് ഡേ. ഒരിക്കലും നടക്കാത്ത കല്യാണത്തിന് എല്ലാവരെയും ക്ഷണിക്കാൻ പോവുകയാണോ എന്റെ കൊച്ചേ? കല്യാണ ദിവസം തന്നെ നിനക്ക് വിധവയാകേണ്ടി വരുമല്ലോ. അവളുടെ ഫോണിലേക്ക് വന്ന ഈ ടെക്സ്റ്റ് മെസ്സേജ് കണ്ടതും കാന്തി പേടിച്ചു വിറച്ചു. എന്താടോ, താനിന്ന് ലീവാണോ? അവളെ കണ്ടപാടെ ദീപ്തി ചോദിച്ചു. ഇന്നലെ എന്റെ വീട്ടിലുണ്ടായ സംഭവങ്ങളൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, കാന്തി പറഞ്ഞു. പക്ഷേ ഞാൻ അതല്ല ചിന്തിക്കുന്നേ. എന്റെ പുതിയ സിമ്മിന്റെ നമ്പർ അയാൾക്ക് എങ്ങനെ കിട്ടി? സത്യത്തിൽ ഞാൻ ആ നമ്പറിൽ നിന്നും ആരെയും വിളിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ആ നമ്പർ അപരിചിതന് കിട്ടിയത്? ദീപ്തി സംശയത്തോടെ പറഞ്ഞു. അവർ അങ്ങനെ സംസാരിച്ചു നിൽക്കെ അവിടേക്ക് സച്ചിൻ കയറി വന്നു. വന്നല്ലോ സ്റ്റുപ്പിഡ് റോമിയോ, ഇവന്റെ വെള്ളമൊലിച്ചുകൊണ്ടുള്ള നിന്റെ പുറകെയുള്ള നടത്തം ഞാൻ ഇന്നത്തോടെ നിർത്തിത്തരാം എന്ന് കാന്തി കേൾക്കാൻ പാകത്തിന് പറഞ്ഞ ശേഷം ദീപ്തി ഒരു നിറപുഞ്ചിരി സച്ചിന് നൽകി. എന്റെ സൂര്യകാന്തി പൂവിനെ ഇന്ന് ലീവാണോ? കാന്തിയുടെ ശരീരമാസകലം കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞ ശേഷം വഷളമായ ഒരു ചിരിയോടെ അവൻ പറഞ്ഞു. അപ്പോൾ നീയൊന്നും അറിഞ്ഞില്ലേ? ഈ വരുന്ന ഞായറാഴ്ച ഈ പൂവിന്റെ കല്യാണമാണ്. കല്യാണം നമ്മൾ എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയാണ് ഇവൾ വന്നത്. ഇന്നു മുതൽ ഇവൾ ലീവിലാണ്. അവനെ നോക്കി പരിഹസിച്ചുകൊണ്ട് ദീപ്തി പറഞ്ഞു. അത്രയും സമയവും കാന്തിയെ നോക്കി വഷളമായി പുഞ്ചിരിച്ചുകൊണ്ടിരുന്ന സച്ചിന്റെ ചിരി ദീപ്തിയുടെ വാക്കുകൾ കേട്ടതും പെട്ടെന്ന് തന്നെ മാഞ്ഞു. പിന്നീട് അവിടെ പ്രത്യക്ഷപ്പെട്ടത് വന്യതയാണ്. അവൻ അവളെ കൂർപ്പിച്ചു നോക്കി. അയ്യോ, ഇങ്ങനെ കൂർപ്പിച്ചു നോക്കല്ലേ. പാവം നമ്മുടെ കല്യാണ പെണ്ണ് പേടിക്കും. അതുമാത്രവുമല്ല, അധികം കൂർപ്പിച്ചാൽ നിന്റെ ഈ ബുൾസൈ പോലത്തെ കൃഷ്ണമണി പൊട്ടി താഴെ വീഴുമെടാ ചെറുക്ക. ദീപ്തി അവനെ നോക്കി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു. മിണ്ടാതിരിക്കു ദീപ്തി, മതി നിന്റെ പരിഹാസം എന്ന് അവൾ ദീപ്തിയോടായി പറഞ്ഞ ശേഷം അവനെ നോക്കി പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചു. സച്ചിൻ, ഈ ഞായറാഴ്ച എന്റെ കല്യാണമാണ്, നീ വരണം എന്ന് ഭയത്തോടെ പറഞ്ഞ ശേഷം അവൾ ആ കല്യാണ ക്ഷണക്കത്ത് അവന് നേരെ നീട്ടി. അവൻ ആദ്യം കത്തിലേക്കും അവളുടെ മുഖത്തേക്കും മാറി മാറി നോക്കി. അതിനുശേഷം ഒരു ക്രൂരമായ പുഞ്ചിരിയോടെ ആ കത്ത് വാങ്ങി കവർ തുറന്ന് കല്യാണ ക്ഷണക്കത്ത് പുറത്തെടുത്തു. ആഹാ, നല്ല വില കൂടിയ പേപ്പറാണല്ലോ. കല്യാണ കത്ത് വരെ വളരെ റിച്ച് ആണല്ലോ. പക്ഷേ ഇതൊക്കെ പാഴ് ചെലവായി പോയല്ലോ മോളെ. ഒരിക്കലും നടക്കാത്ത കല്യാണത്തിനായുള്ള കല്യാണക്കത്തായല്ലോ ഇത്. അവൻ അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. ഈ ചെറുക്കന്റെ ഒരു കാര്യം, അടുത്ത ഞായറാഴ്ചയും നീ ഇത് തന്നെ പറയണം എന്ന് സച്ചിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ദീപ്തി കാന്തിയോടായി പറഞ്ഞു. വാ, ഇവന്റെ വർത്തമാനം കേട്ട് നിന്നാൽ നിന്റെ സമയം വൈകും. ഇന്ന് തന്നെ ഡ്രസ്സും സ്വർണവും എല്ലാം എടുക്കണ്ടേ എന്ന് പറഞ്ഞ് അവൾ കാന്തിയുടെ കൈയും പിടിച്ചു മുന്നോട്ട് നടന്നു. ക്രൂരതയോടെ അവർ പോയ വഴിയെ നോക്കി നിന്ന സച്ചിൻ ആ കല്യാണക്കത്ത് കയ്യിലിട്ട് ചുരുട്ടി വലിച്ചെറിഞ്ഞു. ആ ഹോസ്പിറ്റലിലുള്ള എല്ലാ സ്റ്റാഫിനെയും അവർ കല്യാണം ക്ഷണിച്ചു. അവസാനമാണ് മഹാദേവൻ സാറിന്റെ അടുത്തേക്ക് പോയത്. സാർ എവിടെയായിരുന്നു? നേരത്തെ റൂമിൽ വന്ന് നോക്കിയപ്പോൾ സാർ റൗണ്ട്സിന് പോയിരിക്കുകയായിരുന്നു. പിന്നീട് വന്നപ്പോൾ സാർ സർജറിക്ക് കയറി എന്ന് പറഞ്ഞു. സാർ ഇപ്പോൾ ഫ്രീ ആണോ? ദീപ്തി ചോദിച്ചു. യെസ്, ഞാനിപ്പോൾ ഫ്രീയാ. പക്ഷേ എപ്പോഴാണ് എമർജൻസി വരിക എന്നറിയില്ല. എന്താണ് കാന്തി, ഇന്ന് ലീവാണെന്ന് തോന്നുന്നു. അവൾ ധരിച്ച വസ്ത്രം നോക്കിക്കൊണ്ട് മഹാദേവൻ പറഞ്ഞു. ഇന്ന് മാത്രമല്ല, കുറച്ചധികം ദിവസത്തേക്ക് ഈ കാന്തി സിസ്റ്റർ ലീവിലാണ്, ദീപ്തി പറഞ്ഞു. അതെന്തു പറ്റിയടോ? അവൻ സംശയത്തോടെ ചോദിച്ചു. നീ തന്നെ പറഞ്ഞോ? ദീപ്തി കാന്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. സർ, ഈ ഞായറാഴ്ച എന്റെ കല്യാണമാണ്. സാർ തീർച്ചയായും വരണം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കല്യാണ കത്തെടുത്ത് മഹാദേവന് നേരെ നീട്ടി. വാട്ട് എ സർപ്രൈസ്! തനിക്ക് കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നോ? അയ്യോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. ഞാനപ്പോൾ വൈകിപ്പോയി അല്ലേ? അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മഹാദേവന്റെ വാക്കുകൾ കേട്ട് ദീപ്തിയും കാന്തിയും മുഖത്തോട് മുഖം നോക്കി. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഥകളി കാണിക്കണ്ട, ഞാൻ ചുമ്മാ പറഞ്ഞതാടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ കല്യാണക്കത്ത് തുറന്നു. സൂര്യകാന്തി വേർഡ്സ് വിനീത് എന്ന് കണ്ടതും, ഇത്രയും നാൾ ഞാനും സച്ചിനും ഒക്കെ ഈ ഹോസ്പിറ്റലിൽ പറന്ന് നടന്നിട്ടും ലോട്ടറി അടിച്ചത് ഈ വിനീതിനാണല്ലോ. അവൻ അല്പം നിരാശ അഭിനയിച്ചു പറഞ്ഞു. സാരമില്ല, വിധിച്ചതുപോലെയല്ലേ വരൂ. ഏതായാലും ഞാൻ തന്റെ കല്യാണത്തിന് വരും എന്നവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ അധികം വൈകിക്കാൻ നിന്നില്ല. ദീപ്തിയോടും ഡോക്ടറോടും യാത്ര പറഞ്ഞ ശേഷം കാന്തി അവിടെ നിന്നും പെട്ടെന്ന് തന്നെ പോയി. നല്ലൊരു കുട്ടിയായിരുന്നു. അതിന് ഇത്ര പെട്ടെന്ന് കല്യാണം ആലോചിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞതേയില്ല. കാന്തി പോയ വഴിയെ നോക്കി നിരാശയോടെ മഹാദേവൻ പറഞ്ഞു.
ഓ, ഡോക്ടർക്ക് ഇങ്ങനെ നിരാശപ്പെടേണ്ട ഒരു കാര്യവുമില്ല. ഈ കാർഡിയോളജിസ്റ്റ് ഡോക്ടർക്ക് എത്രയോ നല്ല ഡോക്ടർമാരെ കിട്ടും. ദീപ്തി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, ഡോക്ടർമാരെ കിട്ടുമോ? പക്ഷേ എനിക്കിഷ്ടം നേഴ്സന്മാരെയാ. ഏതായാലും കാന്തിയുടെ വിവാഹം സെറ്റായി. ഇനിയിപ്പോൾ ഇവിടെ വിവാഹം കഴിക്കാത്ത നേഴ്സ് ആരാണുള്ളത്? ഇനി അവരെ നോക്കാം അല്ലേ? അവൻ ഒരു കള്ളച്ചിരിയോടെ ദീപ്തിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നോക്കാം സാറേ, എന്നെ ഒഴിച്ച് ഈ ഹോസ്പിറ്റലിലെ ആര് വേണമെങ്കിലും സാറ് നോക്കിക്കോ. ഞാൻ നേരത്തെ കമ്മിറ്റഡ് ആണ്, അവൾ അവനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഹോ, ഇങ്ങനെ പോയാൽ എന്നെ പോലുള്ളവർ എന്തു ചെയ്യും? ചിലർ കല്യാണം കഴിച്ചു പോകുന്നു, മറ്റു ചിലർ നേരത്തെ തന്നെ കമ്മിറ്റഡ് ആകുന്നു. ഞാൻ ഇങ്ങനെ മൂത്ത് നരച്ച് നിന്ന് പോകത്തേയുള്ളൂ. അവൻ അവനെ തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അത് കേട്ട് ദീപ്തി പൊട്ടിച്ചിരിച്ചു. ദീപ്തിയുടെ ചിരിയിൽ മഹാദേവനും പങ്കുചേർന്നു. ഹോസ്പിറ്റലിൽ നിന്നും സ്കൂട്ടി എടുത്ത് പോകുന്നവളെ ദൂരെ നിന്നും ക്രൂരതയോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സച്ചിൻ. അങ്ങനെ എന്നെ പൊട്ടനാക്കി നീ മറ്റൊരുത്തന്റെ കൂടെ ജീവിക്കില്ലടി, അവൻ അവളെ നോക്കിക്കൊണ്ട് മനസ്സിൽ പറഞ്ഞു.